ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു അനുഭവം. അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോ മാസവും സ്കാൻ എടുക്കുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല എന്ന് പറയും. അവസാനം സ്കാൻ എടുത്ത സമയത്ത് ഡോക്ടർ പറയാണ്, 9ാമത്തെ മാസം സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പങ്ങളാണ്, എന്ത് പറ്റിയെന്നറിയില്ല, നോർമലായ ഒരു ഡെലിവറിക്കുള്ള സാധ്യത വളരെ കുറവാണ്, സിസേറിയൻ വേണ്ടി വരുന്നത്. ഈ കുടുംബത്തിന്റെ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് ചോർന്നു പോവുകയാണ്. വല്ലാത്ത സങ്കടം. അങ്ങനെ സിസേറിയന് വേണ്ടിയിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ദിവസം ഇവര് ഒരുങ്ങുകയാണ്. ഒരുങ്ങിയെല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു, അല്ല നമുക്ക് തന്നെയാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയാസം തന്നത്, പക്ഷെ നമ്മളെ തന്നെയാണല്ലോ ഇതിനെ തെരഞ്ഞെടുത്തത്. ഇത് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞതാണ്, ഖുർആൻ പഠിച്ച പെൺകുട്ടി, 20-21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അവൾ പറയാണ്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അങ്ങനെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ലല്ലോ, ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ പടച്ചോൻ, ആ പടച്ചോൻ എന്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേ എന്ന് അവൾ പറഞ്ഞതാ. ഒന്ന് തിരിഞ്ഞു കിടന്നാ പോരെ, ആ കുട്ടി ഒന്ന് തിരിഞ്ഞു വന്നാൽ സുഖപ്രസവമായിരിക്കും. അവൾ പറയാണ്, ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബിന് എന്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലെന്ന് പ്രാർത്ഥനാമുറിയിലേക്ക് ഓടിച്ചെന്ന് അള്ളാഹുവിന്റെ മുന്നില് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായിട്ട് അവൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേൾക്കാൻ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന കേൾക്കാനേ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു. ആ റബ്ബിനെ പ്രതീക്ഷിക്കുന്നവർക്ക് ആ റബ്ബ് കൂടെ ഉണ്ടാവും. വലനബലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വലനബലു അഖ്ബാറക്കും. ഖുർആൻ പറഞ്ഞതാ, പരീക്ഷണം മാത്രം തരുന്നല്ല പറഞ്ഞത്, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കും, നിങ്ങളുടെ സംസാരങ്ങളെയും പരീക്ഷിക്കുന്നുണ്ട്. ഇവളുടെ സംസാരം അല്ലാഹ് പരീക്ഷിച്ചു. ഇവളെന്താ പറഞ്ഞത്? എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ടാവും. ആ റബ്ബ് കൂടെ ഉണ്ടായി. ഡോക്ടർ പോലും പറഞ്ഞത് എന്ത് മിറക്കിളാ സംഭവിച്ചതെന്ന്. സുഖപ്രസവമായിരുന്നു. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. 3 വയസ്സുകാരനായ ആ കുട്ടി ചുറുചുറുക്കോടുകൂടി ഇന്ന് കുവൈത്തിൽ ജീവിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റമായ ചെങ്ങരംകുളത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ്. എന്താണിത്? ഇത് ഖുർആൻ പഠിക്കുമ്പോഴാണ് അറിയണത്.